നമ്മുടെയൊക്കെ അയൽപ്പക്കത്ത് വളരെ പാവം എന്ന് തോന്നുന്ന ആരോടും അധികം മിണ്ടാത്ത ചിലരുണ്ടാകില്ലേ? നല്ല അറിവുള്ള, എല്ലാവരും ബഹുമാനിക്കുന്ന ടൈപ്പ് ആളുകൾ. റഷ്യയിലെ അനറ്റോലി മോസ്കിനും നാട്ടുകാർക്ക് അങ്ങനെ ഒരാളായിരുന്നു. 13 ഭാഷകൾ അറിയുന്ന വലിയ ബുദ്ധിമാനായിട്ടാണ് എല്ലാവരും അയാളെ കണ്ടിരുന്നത്. പക്ഷെ ആരും വിചാരിച്ചില്ല ഇത്രയും ശാന്തനായ ഒരാളുടെ വീടിനുള്ളിൽ ഇത്രയും പേടിപ്പെടുത്തുന്ന ഒരു ലോകമുണ്ടെന്ന്. 2011 പോലീസ് ആ വീട് തുറന്നപ്പോൾ കണ്ട കാഴ്ച ലോകത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഇന്ന് നമ്മൾ പറയുന്നത് ആ പാവകളുടെ പിന്നിലെ വിചിത്രമായ സത്യത്തെക്കുറിച്ചാണ്. അനറ്റോളി വെറും ഒരു ബുദ്ധിജീവി മാത്രമായിരുന്നില്ല. പുള്ളിയുടെ മെയിൻ പരിപാടി സെമിത്തേരികളെക്കുറിച്ചും മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചും പഠിക്കുക എന്നതായിരുന്നു. ഇതിനെ നെക്രോപോളജി എന്നാണ് പറയുന്നത്. റഷ്യയിലുള്ള 100 കണക്കിന് ശ്മശാനങ്ങളിൽ അയാൾ രാത്രികാലങ്ങളിൽ പോകാറുണ്ടായിരുന്നു. അവിടെയുള്ളവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് കണ്ടവർ വിചാരിച്ചത് അയാൾ വലിയൊരു പഠനത്തിന്റെ തിരക്കിലാണെന്നാണ്. ആരും അയാളെ സംശയിച്ചില്ല. കാരണം പഠിത്തമുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സാധാരണമാണല്ലോ എന്ന് എല്ലാവരും കരുതി. പക്ഷേ തന്റെ ഈ അറിവ് അയാൾ ഉപയോഗിച്ചത് ഭയങ്കരമായ ഒരു കാര്യത്തിനായിരുന്നു. എങ്ങനെയാണ് ഒരാൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത്? അനറ്റോളിയുടെ 13-ാം വയസ്സിൽ നടന്നൊരു സംഭവമുണ്ടെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ ശവസംസ്കാര ചടങ്ങിനിടെ മരിച്ച കുട്ടിയുടെ മുഖത്ത് ഉമ്മ വെക്കാൻ ആരോ അയാളെ നിർബന്ധിച്ചു. ആ ഒരു നിമിഷം അയാളെ വല്ലാതെ മാറ്റിക്കളഞ്ഞു. സാധാരണഗതിയിൽ നമ്മൾ പേടിച്ചു പോകും. പക്ഷേ അനറ്റോളിയുടെ ഉള്ളിൽ മരിച്ചവരോടൊരു പ്രത്യേകതരം ഇഷ്ടം തോന്നി തുടങ്ങി. മരിച്ച പെൺകുട്ടികൾ തന്റെ സ്വപ്നത്തിൽ വരാറുണ്ടെന്നും അവർക്ക് ജീവൻ നൽകാനാണ് താൻ ശ്രമിക്കുന്നതെന്നും അയാൾ പിന്നീട് വിശ്വസിച്ചു. അനറ്റോളിയുടെ വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് 29 ഭീകര രൂപങ്ങളെയായിരുന്നു. സാധാരണ പാവകളാണെന്ന് കരുതിയെങ്കിലും അവ സെമിത്തേരിയിൽ നിന്നും കുഴിച്ചെടുത്ത കുട്ടികളുടെ മൃതദേഹങ്ങളായിരുന്നു. ഉപ്പും സോഡയും ഉപയോഗിച്ച് ഉണക്കിയെടുത്ത ആ ശരീരങ്ങളെ അയാൾ പാവകളാക്കി മാറ്റി. അവയ്ക്ക് മനോഹരമായ വസ്ത്രങ്ങൾ നൽകി, ചായ കൊടുത്തു, ജന്മദിനങ്ങൾ ആഘോഷിച്ചു. പോരാത്തതിന് നെഞ്ചിലമർത്തിയാൽ പാട്ടുപാടുന്ന മ്യൂസിക് ബോക്സുകൾ വരെ അവയ്ക്കുള്ളിൽ ഘടിപ്പിച്ചു. അയാളെ സംബന്ധിച്ച് അവർ മരിച്ചിരുന്നില്ല. തന്റെ ലോകത്ത് ജീവിക്കുന്ന മാലാഖമാരായിരുന്നു. ഇവിടെയുള്ള പ്രധാന ചോദ്യം ഇതാണ്: അയാളുടെ കൂടെ താമസിച്ചിരുന്ന മാതാപിതാക്കൾ ഇതൊന്നും അറിഞ്ഞില്ലേ? സത്യത്തിൽ അവർ ഈ പാവകളെ എന്നും കണ്ടിരുന്നു. പക്ഷേ മകൻ ബുദ്ധിമാനായതുകൊണ്ടും ഇത്തരം കാര്യങ്ങളിൽ ഗവേഷണം നടത്തുന്നതുകൊണ്ടും ഇതൊക്കെ അയാളുടെ ഓരോ വിനോദമായിട്ടാണ് അവർ കരുതിയത്. പിടിക്കപ്പെട്ടപ്പോൾ പോലും താൻ തെറ്റുകാരനാണെന്ന് അനറ്റോളി പറഞ്ഞില്ല. താൻ അവരെ സ്നേഹിക്കുകയാണെന്നാണ് അയാൾ വാദിച്ചത്. പക്ഷേ കോടതിക്ക് പുള്ളിയുടെ മാനസിക നില ശരിയല്ലെന്ന് മനസ്സിലായി. അങ്ങനെ അയാളെ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറി. ഇന്നും അയാൾ അവിടെയാണ്. പാണ്ഡിത്യം എന്നതൊക്കെ ചിലപ്പോൾ ഭയങ്കരമായ ചില മറകളായി മാറാറുണ്ട് എന്ന് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊരു അസുഖമാണോ അതോ ക്രൂരതയോ? കമന്റ് ചെയ്യും.